തിരുവനന്തപുരം വെള്ളറടയിലെ അഭയകേന്ദ്രത്തിൽ ഓട്ടിസം ബാധിതനായ 16-കാരനെ മർദ്ദനമേറ്റ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി ആർ ബിന്ദു 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറോട് നിർദ്ദേശിച്ചു. വിജയശങ്കർ കൂടുതൽ വിശദാംശങ്ങളുമായി. ജയശങ്കർ, വിവരങ്ങൾ. അതായത് തിരുവല്ലയിലെ സ്നേഹഭവനിൽ കന്യാസ്ത്രീകൾ ഓട്ടിസം ബാധിച്ച കുട്ടിയെ മർദ്ദിച്ചു എന്നായിരുന്നു പരാതി. ഈ പരാതിയിൽ പോലീസ് കന്യാസ്ത്രീക്കെതിരെയും ഒപ്പം കോളേജിലെ സ്ഥാപനത്തിലെ പ്രിൻസിപ്പാളിനെതിരെയും ഒരു ജീവനക്കാരിക്കെതിരെയും കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ മന്ത്രി ആർ ബിന്ദുവിന്റെ ഇടപെടൽ. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. എന്തായാലും 24 കൊണ്ടുവന്ന ഒരു വാർത്തയായിരുന്നു. ഈ വാർത്ത ആദ്യമായി നൽകുന്നത് 24 ആയിരുന്നു. 24 വാർത്തയിലാണ് മന്ത്രിയുടെ ഇടപെടൽ. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് മന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ 2 ദിവസത്തിനകം മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. പോലീസും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുമ്പോട്ട് പോകുന്നുണ്ട്. ശരി, വിജയശങ്കറാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.